നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ ബി.ജെ.പി. മേയറായി ആർ ശ്രീലേഖ വരുമെന്ന അഭ്യൂഹങ്ങൾ. അവസാന നിമിഷം വരെയും ആർ ശ്രീലേഖ മേയറാകും അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയാകും എന്ന ആ ഒരു അഭ്യൂഹം നിലനിൽക്കവെയാണ് ആ സ്ഥാനത്തേക്ക് വി രാജേഷ് വരുന്നു എന്ന വാർത്ത, വി രാജേഷിനെ നേതൃത്വം തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നത്. അക്ഷരാർത്ഥത്തിൽ വളരെ നടുക്കുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ആർ ശ്രീലേഖയെ തഴഞ്ഞു അല്ലെങ്കിൽ എന്തിനു തഴഞ്ഞു അവരെന്നതടക്കമുള്ള ചോദ്യങ്ങൾ, തഴഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ, തഴഞ്ഞത് ശരിയായോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പലയിടത്തും ഉയരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു വിവരം വരുന്നത്. അതായത് തന്നെ മേയർ സ്ഥാനത്ത് നിന്നും തഴഞ്ഞതിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ എന്ന കാര്യം ഒരു സംശയമായി ഉയരുകയാണ്. അതൃപ്തി ഉണ്ടെങ്കിൽ തന്നെ ഒരു അച്ചടക്കമുള്ള ഒരു നേതാവെന്ന രീതിയിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും അന്ത്യനിമിഷത്തിൽ തന്നെ ആ ഒരു മേയർ ആക്കാത്തതിൽ ആർ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഉണ്ട് എന്നതടക്കമുള്ള നിഗമനങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും അതിനൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ചകളൊക്കെ ആരാണ് ബി.ജെ.പി. മേയർ ആകാൻ പോകുന്നത്. നമുക്കറിയാം 50 സീറ്റ് നേടി ബി.ജെ.പി. കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും മത്സരത്തിലൂടെ തന്നെ മേയർ ആക്കണം എന്നതടക്കമുള്ള ഈ 3 പാർട്ടിയുടെ തീരുമാനം അത് നടപ്പിലാകാൻ പോയെന്നാൽ മത്സരം എങ്കിൽ പോലും ഉറപ്പാണ് ബി.ജെ.പി. തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ. അപ്പോൾ അത് ആരെയാണ് ബി.ജെ.പി. മേയർ ആക്കുന്നത് അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥി ആക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായിട്ടാണ് വി രാജേഷിന്റെ പേര് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത്. എന്തായാലും ആർ ശ്രീലേഖയെ തഴഞ്ഞു എന്നതടക്കമുള്ള നിലവിളികൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പേജുകളിലൊക്കെ ഉയരുന്നുണ്ട്. അത് ശരിയായില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് വി രാജേഷ് ഒരു തുടക്കം മുതൽ തന്നെ ഒരു പാർട്ടി ബേസുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ആ സ്ഥാനം വേണ്ടിയിരുന്നത് എന്നടക്കമുള്ള അഭിപ്രായങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ആർ ശ്രീലേഖയെ ആ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ വലിയ അതൃപ്തി അവർക്കുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും തന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് തനിക്ക് അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ തന്നെ മേയറാക്കാത്തതിൽ തനിക്ക് അതൃപ്തി ഉണ്ട് എന്ന കാര്യം ആർ ശ്രീലേഖ പറഞ്ഞു എന്നാണ് കരുതുന്നത്. പക്ഷെ എന്തായാലും അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ നേതൃത്വം അടക്കം ഒരു പരസ്യ പ്രതികരണം നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു അതൃപ്തി ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആർ ശ്രീലേഖയെ അനുനയിപ്പിക്കുക എന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജയസാധ്യതയുള്ള ഒരു സീറ്റ് അവർക്ക് നൽകുമെന്നാണ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് അവർക്ക് നൽകുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. കേന്ദ്ര നേതാക്കൾ ആർ ശ്രീലേഖയുമായി സംസാരിക്കുമെന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ്. അതേസമയം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതേസമയം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതായത് വി രാജേഷ് എങ്ങനെ മേയർ സ്ഥാനാർത്ഥിയായി, അതിന് RSS പിന്തുണയുണ്ടായി, RSS നേതാക്കൾ അടക്കം ഇടപെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്. RSS നേതൃത്വം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. RSSന്റെ കൂടെ പിന്തുണയോടെയാണ് വി രാജേഷ് ഈ മേയർ സ്ഥാനാർത്ഥിയായി മാറിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ്. അതായത് മേയർ സ്ഥാനാർത്ഥി ചർച്ചകളിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ താൻ ഇടപെട്ടുന്ന തരത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല മേയർ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ആരുടെയും പേര് പറയുകയോ ആരെയും എതിർക്കുകയോ താൻ ചെയ്തിട്ടില്ല എന്നും വി മുരളീധരൻ വ്യക്തമാക്കി. വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനമെടുത്തത് പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്. വിഷയത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാവും ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. തലസ്ഥാനത്ത് ബി.ജെ.പി. അധികാരമേൽക്കുന്നതിന്റെ ആദ്യ ദിവസം മുതൽ വ്യാജ വാർത്തകൾ ഒഴുകി തുടങ്ങിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മേയർ സ്ഥാനാർത്ഥികളായ വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥിനും ആശംസകൾ നേർന്നായിരുന്നു വി മുരളീധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. എന്തായാലും മേയർ സ്ഥാനാർത്ഥി എന്ന ഒരു തലത്തിൽ നിന്ന് ആർ ശ്രീലേഖയെ തഴഞ്ഞതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ആർ ശ്രീലേഖയെ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. മേയർ സ്ഥാനാർത്ഥി, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആരൊക്കെയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നത്. മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥുമാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം അപ്രതീക്ഷിതമാണ് എന്നും വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആശാനാഥിന്റെ പ്രതികരണം. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗത്തിൽ വച്ചാണ് തന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട വിവരം
വിവരം അറിഞ്ഞത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണിതെന്നും ആശാനാഥിന്റെ പ്രതികരണം. ആത്മാഭിമാനത്തോടെ BJP പ്രഖ്യാപനത്തെ കാണുന്നുവെന്നായിരുന്നു തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം മാധ്യമങ്ങളോട്. വികസന അനന്തപുരിക്കായി താൻ പരിശ്രമിക്കുമെന്നും കോർപ്പറേഷനെ അടിമുടി മാറ്റിയെടുക്കുമെന്നും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയറായി നിയമിച്ചതിലെന്നും ആശാനാഥ് പ്രതികരിച്ചു. കൗൺസിലർ യോഗത്തിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും ആശാനാഥ് പറഞ്ഞു. നവമാധ്യമ പിന്തുണ ജനസേവനത്തിന് ഉപയോഗിക്കും. നല്ല പിന്തുണ തനിക്ക് കിട്ടുന്നുണ്ട് എന്നും ആശാനാഥ് പ്രതികരിച്ചു. മാത്രമല്ല മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം ആശാനാഥ് ഉന്നയിച്ചു. മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ വൻ പരാജയമായിരുന്നുവെന്നും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ആശാനാഥിന്റെ പ്രതികരണം. മേയർ എന്ന രീതിയിൽ ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞൊരു മേയർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല. കൗൺസിലർമാർ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷവും ആര്യ തികഞ്ഞ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇത്രയും വോട്ട് നേടാനായതെന്നും ആശാനാഥ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം, തെരുവുനായ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആദ്യം നടപ്പിലാക്കും. ഇതിനുള്ള പരിഹാരം ബാക്കി വിഷയങ്ങൾ പാർട്ടിയുമായി ചേർന്ന് നടപ്പിലാക്കും. സ്ത്രീകൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും പ്രാധാന്യം നൽകും. പദ്ധതികൾ ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കും. പാർട്ടി ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നും ആശാനാഥ് കൂട്ടിച്ചേർത്തു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി തീരുമാനമനുസരിച്ചാണെന്നും ആ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും VV രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോർപ്പറേഷനിലെ BJPയുടെ വിജയം സാധാരണ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണിത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ തങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഉറപ്പ്. തിരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും സാമ്പത്തികമായും മറ്റു വിധത്തിലും പിന്തുണയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശ്രദ്ധേയാണ് ആശാനാഥ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ BJP നടത്തിയ പോരാട്ടത്തിലെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആശാനാഥ്. അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പാപ്പനംകോട് വാർഡിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്ന ബിരുദധാരിയായ പെൺകുട്ടിയായിരുന്നു. 8 വർഷങ്ങൾക്ക് ഇപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു എന്നത് വലിയൊരു വിജയഗാഥ അല്ലെങ്കിൽ വിജയഭേരി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നേട്ടം തന്നെയാണ്. 2015 വിജയിച്ച BJP നേതാവ് കരുമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആശാനാഥ് കൗൺസിലറായി അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് തുടങ്ങിയ ജനപിന്തുണ 2020 ഇത്തവണ കരുമം വാർഡ് നിലവിൽ വന്നപ്പോഴും ഒട്ടും ചോരാതെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതെ നിലനിർത്താൻ ആശാനാഥിന് സാധിച്ചു എന്നതും ശ്രദ്ധേയം. 3ാം വട്ടവും കൗൺസിലിലേക്ക് എത്തിയതോടെ ഡെപ്യൂട്ടി മേയർ കസേരയും ഈ യുവ നേതാവിനെ തേടിയെത്തി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ BJP നടത്തിയ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യം. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക വൃന്ദമുള്ള വ്യക്തി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് 30,000-ലധികം വോട്ടുകൾ നേടി തന്റെ രാഷ്ട്രീയ സ്വാധീനം തെളിയിച്ചിട്ടുണ്ട്. ശ്രീലേഖയെ പോലെയുള്ള പ്രമുഖരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നു വന്നെങ്കിലും രാഷ്ട്രീയ അനുഭവ പരിചയവും ജനകീയതയും പരിഗണിച്ച് പാർട്ടിയുടെ ആശയം സുപ്രധാന പദവിയിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു.